Hey guys, welcome back to VDogs. Guys, ഇന്നത്തെ വീഡിയോയിൽ റിവേഴ്സ് പസിൽ ചാലഞ്ച്. ഓക്കെ ഗൈസ്, അപ്പോൾ ചാലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പസിൽ കാണിക്കും. ആ ഒരു പസിലിൽ ഒരു വേർഡ് ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും. സോ അതായിരിക്കും ആ വേർഡ് കണ്ടുപിടിക്കണം. അത് ഒരു റിലേറ്റഡ്, ആ ഒരു പസിൽ റിലേറ്റഡ് ആയി നോക്കുമ്പോൾ നമുക്കൊരു വേർഡ് കിട്ടും. ആ വേർഡ് ആയിരിക്കും അതിന് ആൻസർ എന്ന് പറയുന്നത്. സോ വേർഡ് അല്ലെങ്കിൽ സെന്റൻസും ആവും. ഓക്കെ, മനസ്സിലായോ? സോ ശരിയുത്തരം പറയുന്ന ആൾക്കാർക്കും പോയിന്റ് കിട്ടുന്നത്. സോ അതുപോലെ തന്നെ ഗൈസ്, ഒക്കെ ഈ ഒരു വീഡിയോന്റെ ലാസ്റ്റ് ഒരു പേഴ്സണൽ ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട്, ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. അപ്പൊ മിസ് ചെയ്യരുത്. അപ്പൊ നമുക്ക് നമ്മുടെ ചാനലിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ തുടങ്ങി നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ റോഡ് ടു 1 million സബ്സ്ക്രൈബേഴ്സ് ആണ് ഗൈസ്. എല്ലാവരും ഷെയർ ചെയ്യണ്ടേ? ഷെയർ ഇങ്ങനെ ഗൈസ്. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താ? മാൻ അണ്ടർ ബോർഡ്. അല്ല. അയ്യോ നിന്നടാ നിനക്കൊക്കെ -1 ഇനി ഉണ്ടായിരിക്കാം. എന്താ നിങ്ങൾക്ക് ഇതിലിപ്പോ എന്തോന്ന് ഒളിഞ്ഞിരിക്കുന്നേ? ഇത് എന്താണ് ശരിക്കും ഉദ്ദേശിക്കുന്നത് കൊണ്ട്? അല്ല, ഇതിനകത്ത് വേറെ ലൈക്ക് അതൊക്കെ ചേർക്കാവോ? ഇപ്പൊ രണ്ടു കൂടെ വേറെ വേർഡ്സ് രണ്ട് അക്ഷരങ്ങളൊക്കെ ചേർന്നാ മതിയാ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല മാൻ അണ്ടർ ദ ബോർഡ്, അതൊന്നും പറ. മാൻ അണ്ടർ ദ ബോർഡ് അതല്ല അവൻ പറഞ്ഞു. അതല്ല വ്യത്യാസമുണ്ട്. ആ വേർഡിന്റെ കൂടെ ചില അക്ഷരങ്ങൾ കൂട്ടിച്ചേർക്കാൻ പറ്റുമെന്നൊക്കെ. മാൻ എബ്രോഡ്, അണ്ടർബോർഡ് അടിക്കുക. അതല്ല നീ പറഞ്ഞത്. ബോർഡിന്റെ അടിയിൽ ഒരു മനുഷ്യൻ. സെന്റൻസ് ആവുമല്ലേ? ഇല്ല, എ ബോർഡ് മാൻ. ഓവർ നീ എങ്ങനെ അണ്ടർ തന്നെ? അതല്ല ഞാൻ എബ്രോഡ് എന്ന് പറഞ്ഞേ, എബോവ് ബോർഡ്. അതിനാണ് കൂട്ടി നല്ല ലിങ്ക് ആണല്ലോ. മാൻ എബോവ് ബ്രോഡ് എന്നാണ് ഉദ്ദേശിച്ചത്, മനസ്സിലായാ? അത് മാൻ എബോവ് ബോർഡിനാണ് ഞാൻ മാൻ എബ്രോഡ് എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് കാര്യം മനസ്സിലായി. അടുത്തടുത്ത് നെക്സ്റ്റ് സീക്രട്ട്. ഓ പിന്നെ ഇത്ര സിമ്പിൾ ആക്കാൻ VDogs ആയത്. ബ്ലാങ്ക് സീക്രട്ട്. ഞാൻ പറയാൻ സീക്രട്ട് സീക്രട്ട് സ്പേസ് സീക്രട്ട് ഏജന്റ്. സീക്രട്ട് ഏജന്റ് എന്ന് പറ, അല്ലെങ്കിൽ MD സീക്രട്ട്. സീക്രട്ട് 1 2 3 സീക്രട്ട് ഇൻ ദ ബോക്സ്. 1 2 3 കഴിച്ച്. എന്ത് 1 2 3? നമ്മൾ താഴെ ടോപ്പ് സീക്രട്ട്. വെരി ഗുഡ്. ടോപ്പ് സീക്രട്ട് ആയിരുന്നു, ഏറ്റവും മുകളിലല്ലടാ. ആണോ? അല്ല ബ്രോ എന്ന് പറഞ്ഞ സീക്രട്ട് സംഭവം മനസ്സിലായി, പക്ഷെ ഒന്നും കിട്ടില്ലാന്ന് മനസ്സിലായി. ഇത് സെന്റർ അല്ല, ഇതിപ്പോ എന്താ പറയാ? അതെന്താ ഉദ്ദേശിച്ചേ? വട്ടത്തിൽ ചിന്തിക്കുക. തിങ്ക് ഔട്ട് സൈഡ് അല്ല? ആണോ? ആണോ? ഔട്ട് സൈഡ് തിങ്ക്. തിങ്ക് ഔട്ട് സൈഡ് ആണോ? അങ്ങനൊന്നും അല്ലടാ. അതൊക്കെ അയ്യോ തിങ്ക് ഔട്ട്സൈഡ് ദ ബോക്സ് അല്ല. ഞാൻ ഓവർ തിങ്ക് ഉദ്ദേശിച്ചേട്ടാ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. ഞാൻ പറയത്തില്ല, എനിക്കൊരു പോയിന്റ് ഉണ്ടല്ലോ. ഉറപ്പാ പറയട്ടെ. 1 black dot.
സൂപ്പർ മൈനസ് മൈനസ് ആ മൈനസ് അല്ല ഇവൻ പറഞ്ഞതല്ല കേട്ടോ, ഇവൻ പറഞ്ഞ വേറെ എന്തോ അത് ഇട്ടാ കറക്റ്റ് നീ പറ, പിന്നെ നിക്ക് പോലും കിട്ടുമല്ലോ. അല്ലേ, ഓക്കെ ഓക്കെ, അതൊക്കെ ഈസിയാണ്. ആ കൈ പൊക്കി. ഫസ്റ്റ് ഡോട്ട്. ആ മൈനസ് ഇത് കൊടുക്കരുത്. കൊമ്പ പറ കൊമ്പ അങ്ങോട്ട് ആലോചിക്കട്ടെ. ഈസിയാണ്. എനിക്ക് ഒന്നും കിട്ടുന്നില്ല, എനിക്ക് അറിഞ്ഞൂടാ. എന്ത് പറയാ All in one. ഹോൾ ഇൻ വൺ. Guys, അപ്പോൾ നെക്സ്റ്റ് റൗണ്ട് ഞാൻ പറയണോ അല്ലേ? ക്രൂവിന് ഞാൻ ചമ്മിപ്പിക്കുക പറയത്തില്ല. 2 പീസ് ഓഫ് ബനാന. അല്ല മൈനസ് ഞാൻ മൈനസ് വേണ്ട വേണ്ട. തേങ്ങ ചെയ്തു പിന്നെ. ഞാൻ 2 പോയിന്റ് കൂടുതൽ. ബനാന കട്ട്. അങ്ങനെ എന്തോ ആണ് കേട്ടോ, അങ്ങനെ എന്തോ ആണ്. ബനാന കട്ട്സ് അതായിരിക്കും സാധനം തോന്നുന്നു. എടാ ഇനി ഇങ്ങനെ ഇരിക്കണ എന്തിനാ? വല്ലതും പറ, വല്ലതും പറയടാ. അല്ല ഇനി പറയില്ല. അല്ല ഇവ മൈനസ് വേണ്ടെന്ന് അനങ്ങത്തില്ല, കൺഫേം. ഞാൻ നിങ്ങളേക്ക് ഇങ്ങനെ ഊക്കിയും പറഞ്ഞേ എന്തിനാ ഞാൻ പറയുന്നേ? എനിക്ക് മൈനസ് നിനക്ക് എന്തെങ്കിലും പറയണേ പറഞ്ഞില്ല, അടുത്ത റൗണ്ടിൽ പോവാ. എന്ത് പറ തോറ്റു പറയല്ലേ ഇത്ര ആലോചിക്കണേ. എന്താ പറ തോറ്റു എന്ന കഴിച്ച വളരെ മോശം കേട്ടോ, വളരെ മോശം. ബനാന സ്പ്ലിറ്റ്. ബനാന സ്പ്ലിറ്റോ? അതൊരു മാതിരി കോപ്പ് കിട്ടുന്നു. തെണ്ടിത്തരല്ലോ. എന്താ സ്പ്ലിറ്റ് കിട്ടാതെ? കൗണ്ട്. അതല്ലേ 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 പറയാൻ വന്നതല്ലേ, നമ്മള് രണ്ടുപേരും ഉദ്ദേശിച്ചതല്ലേ. പക്ഷെ അതെങ്ങനെ പറയണ പറഞ്ഞു, അതല്ലേ അതെങ്ങനെ പറയാനാണ്? അത് വേറെ ഇല്ലല്ലോ, കൗണ്ട് മാത്രല്ലേ ഉള്ളൂ. കൗണ്ട് ഇൻ ദ സെന്റർ ആണ്. പിന്നെ കൗണ്ട് ഇൻ ദ സെന്റർ. ഞാൻ മിണ്ടതില്ലേ. അയ്യോ എനിക്ക് കിട്ടി. ഒന്നുകൂടി പറഞ്ഞോണ്ടാ. മൈനസ് ആയിയോ? ആ തെറ്റിയാ തെറ്റിയാ മനസ്സിലായോ? പക്ഷെ തെറ്റിയാ പോയിട്ടില്ല. ആ തെറ്റി മനസ്സിലാക്കാം. പറഞ്ഞു പറഞ്ഞു പട്ടി പറയും. ആ കൊമ്പൻ പറ. കൗണ്ടർ. ആ മൈനസ് അല്ലേ? മൈനസ്. ആ ഞാൻ പറയാം. കൗണ്ട് ടോപ്പ് ടു ബോട്ടം. ശിവമയം. പറയണ്ട. ഇല്ല ഉത്തരാണി. അത് പറഞ്ഞോ? ഉത്തരാണി. കൗണ്ട് ഡൗൺ ആണോ? കൗണ്ട് ഡൗണ്ടാ. ഞാൻ ക്ലോസ് എത്തി. ടോപ്പ് എന്ന് പറയണ്ടായിരുന്നു. ആ 3 പിക്സ്. ബ്രോ മൈനസ്. ഇത് അതല്ല, ഇത് കളി അതല്ല, ഇത് വേറെ എന്തോ ആണ് കളി. ബ്രോ 1 2 3 pigs. ഇടി മൈനസ് ഇട്. 3 pigs in the square. ആ ബ്രോ ഉത്തരം പറയേ. 3 middle pigs. എനിക്കറിഞ്ഞോടാ. ഇല്ല ഉത്തരാണ് 3 ലിറ്റിൽ പിക്സോ? ആ എന്താ? ഓ ഉത്തരന്റെ വലിയ അക്ഷരമായിരുന്നല്ലേ കാണിച്ചേ. സൂപ്പർ. അപ്പോൾ നമ്മൾ ക്ലോസിലെത്തി. നെക്സ്റ്റ് വൺ. നമ്മളല്ല, ഞാനതില്ല. ഞാൻ പറഞ്ഞിട്ടോ ശരി. ഞാനാദ്യം പൊക്കി റെഡ് അലർട്ട്. കുഴപ്പമില്ല, അവൻ ഇപ്പൊ -6 ഉള്ളൂ. അത്രേ ഉള്ളൂ. ഉത്തരവരം പറഞ്ഞേ. നെക്സ്റ്റ് വൺ. ഐസ് ക്യൂബ്. 3 വരുമ്പോ ക്യൂബ്. -5 മുന്നേറുകയാണ് സുഹൃത്തുക്കളെ. നെക്സ്റ്റ് വൺ. വീട്ടിൽ പിന്നെ ബുദ്ധി വെച്ച ഓക്കെ. MC സ്ക്വയർ അല്ലേ? അല്ലടാ. അയ്യോ അതല്ല. സ്ക്വയർ അല്ല. അയ്യോ ഞാൻ ഇടാം. നൈസ്. അയാൾ ആൻസർ പറഞ്ഞു. തോറ്റ അടുത്തുള്ളൂ. എന്താ കാണിക്കുന്നേ? സൂല് കൊണ്ടിട്ടാലോ കണ്ടോ? ഉത്തരം കാണിച്ചാ എല്ലാരും തോറ്റു. ബ്ലൈൻഡ് മൈസിന്റെ ആയിരുന്നല്ലേ? അയില്ല ബ്ലൈൻഡ് അയില്ലാത്ത ബ്ലൈൻഡ് 3 ബ്ലൈൻഡ് മൈസ്. എന്തൊരു നാലാണ്. സ്ക്വയറോ? അല്ല എങ്ങനത്തെ ക്യൂബ്. അടുത്തടുത്ത് സിമ്പിൾ. എന്തിനാ 4 എഴുതി? അതാ കൺഫ്യൂഷൻ ആക്കണേ. ഞാൻ തോറ്റു.
ഇവനും തോറ്റു. നിങ്ങൾ രണ്ടുപേരേ ഉള്ളൂ. ഇവനും തോറ്റു. ഇനിയിപ്പോ കൊമ്പന് മാത്രമേ ഉള്ളൂ. തോറ്റു. ഉത്തരവാണി. ലെഫ്റ്റ് ഫോർ ഡെഡ്. ലെഫ്റ്റ് ഫോർ ഡെഡ്. സത്യം പറഞ്ഞ ഞാൻ ഫോർ ലെഫ്റ്റ് ഡെഡ് എന്നാണ് ആലോചിച്ചോണ്ടിരുന്നത്. അതാലോചിച്ചു. ഞാനൊരു എക്സാം കഴിഞ്ഞിട്ട് വന്നേ. എന്നിട്ട് ഇവിടെ വന്നപ്പോൾ വീണ്ടും ഇത് എനിക്ക് റീഡ് സെന്റർ ലൈൻ. ബ്രോ ഞാൻ തോറ്റു. അല്ല ഇത് നോക്കണ്ട. ഇവൻ തോറ്റാ. നീ കൂടെ ഉള്ളൂ. ബ്രോ ആലോചിച്ച ഉത്തരം പറഞ്ഞേ അറിയത്തില്ല. ഉത്തരം പറഞ്ഞല്ലോ. മണിക്ക് അടിച്ചോ. കാണിച്ചിട്ട് പിന്നെ ഭയങ്കര ശരിയാണോ? എടാ അവിടെ കാണിച്ചിട്ട് പിന്നെ നോക്കി പറഞ്ഞ അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. അതന്നെ പറഞ്ഞ അതന്നെ. ലിറ്റിൽ ടോക്ക്. ശരിയാണോ? സ്മോൾ ടോക്ക് ഓർ ലിറ്റിൽ ടോക്ക്? സ്മോൾ ടോക്ക് അല്ലേ? അവൻ അത് ലിറ്റിൽ ടോക്ക് രണ്ടും കറക്റ്റ് ആണ്. ലിറ്റിൽ അന്നാ പിന്നെ അതീ തന്നെ പറഞ്ഞ സംഭവം അതൊന്നും പറ്റില്ല. ലിറ്റിൽ ടോക്ക് അല്ലേ? അല്ല നിങ്ങൾ ക്രൂ പറഞ്ഞാൽ മതി. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോ. അടുത്ത ക്വസ്റ്റ്യൻ. സൈഡ് ഷോ. അതാ സത്യം. ഇതാണ് അവന് സെലിബ്രേഷൻ. അത്രേ ഉള്ളൂ. എന്താണ് ഹാഫ് ഹേറ്റഡ്? കാണിക്ക്. സെലിബ്രേഷൻ കാണിക്ക്. ഏറ്റവും അടിയിലത്തേന്നുകൊണ്ട് മാർക്ക് ഇട്ടാണല്ലേ? അപ്പൊ അണ്ടർ. ഏറ്റവും അടിയിലത്തെ അണ്ടർ. ഇത് ആരൊക്കെ പുതിയതായിട്ട് വരുന്നു. നിന്റെ രണ്ടുപേരാണ്. ഇവന് തോറ്റു. തോറ്റു. അതെല്ലാം തോറ്റു. ഇത്ര കാണിക്ക്. തേർഡ് വേൾഡോ? മൂന്നാം ലോകടാ. നീ കേട്ടല്ലോ മൂന്നാം ലോകം? പിന്നെ മൂന്നാം ലോകം ആയുധം മാത്രമേ കേട്ടുള്ളൂ. മൂന്നാം ലോകം ഒന്നും കേട്ടിട്ടില്ല. അതാ മൂന്നാം ലോകം. എന്ത് ഞങ്ങളിത് പറയണം. ലിറ്റിൽ ലേറ്റാ. അതാണ് ഉത്തരം. ഞാൻ അതല്ലേ എഴുതണേ. എടി ഞാൻ പറഞ്ഞല്ലടാ മോണ്ടോ. ഇത് ഭയങ്കര ഇതാണ്. കൺഫ്യൂസിംഗ് ആണ്. ഇത് പല രീതിയിൽ ഉത്തരം വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ തോറ്റു. നീ മാത്രമേ ഉള്ളൂ കേട്ടാ. വേണം ചാൻസ് അടിച്ചോ. ഇഷ്ടംപോലെ പോയിന്റ് എടുക്കുമല്ലേ? എന്നൊക്കെ മൈനസ് നിനക്കാ. എനിക്കറിഞ്ഞടാ. അടിച്ചോ. ലിറ്റിൽ ടു ലേറ്റ് ടു ഞാൻ വായിച്ചത്. മറ്റേ അടുത്ത ക്വസ്റ്റ്യനാണ്. എന്ത് പറയണം? ഞാൻ ഈ വാക്ക് ഇതേപോലെ ഒരു വാക്യം പറഞ്ഞു പഠിച്ചതേ ഉള്ളൂ. സിംബണി. ഉത്തരം പറഞ്ഞോ. അതെന്തിനാ സിംബണി എന്ന് പറഞ്ഞത്? ഞാൻ പറയത്തില്ല. അതല്ല സിംബൺ 2 ഡോട്ട്. മൈനസ് അറിയോ? അറിയാണ്ടായിരുന്നു. ഞാൻ നീ ഇവരെ വെട്ടിക്കാൻ വേണ്ടി പോകണ്ടല്ല പോയിന്റ്സില്. അടുത്ത എന്തായാലും പറയും. ഞാൻ വെട്ടിക്കാൻ വേണ്ടി പോകാം. ഞാൻ പറയാം. ഇനി നിങ്ങൾ ആരും കൈ വെക്കില്ല. ഞാൻ 2 കൈ വെക്കും. രണ്ട് കാലുകൂടെ നോക്കടാ. 10 സ്റ്റാർ ഓറോ ബോർഡ്. 10 സ്റ്റാർ എവിടെയാണ്? കണ്ടു. എക്സ്ട്രാ ബ്രോ അത് വേണ്ട. അത് കാണിക്കില്ല. അവര് മറ്റേത് കണ്ട്. എന്തോ റോബിൻഹുഡ്. അത് കണ്ടായിരുന്നു. അത് ഓൾറെഡി കണ്ടു. പിന്നെ അതൊന്നും വരാൻ എല്ലാരും തോറ്റു. റോബിൻഹുഡ് മനസ്സിലായ? റോബ് ഫുഡിന്റെ അകത്ത്. എടാ റോബ് എന്ന് പറഞ്ഞ അക്ഷരം കണ്ടോ? അത് ഹുഡിന്റെ അകത്താണ് ഇട്ടേക്കുന്നത്. റോബ് ഇൻ ഹുഡ്. Keep quiet. എനിക്ക് മൈനസ് ഇട്. ഞാൻ റാഷിഡിപ്പിനെ വെട്ടിക്കട്ടെ.
അയ്യേ അല്ല നീ പറ ഇവിടെ നിന്റെ ആദ്യം വരട്ടെ. ആണോ ഞാൻ പറയട്ടെ ലെഫ്റ്റ് ക്വിറ്റ്. empty quit. അല്ല എന്താണ്? റൈറ്റ് ക്വൈറ്റ് ക്വൈറ്റ് റൈറ്റ്. ഓ ക്വൈറ്റ് റൈറ്റ് അയടേ ഞാനത് പറഞ്ഞായിരുന്നല്ലോ. ഇല്ല, നീ സൈഡ് ക്വൈറ്റ് പറഞ്ഞ. അല്ല, അത് വേണ്ടിയാ പറഞ്ഞത്. അടുത്ത് നേരെ ഇരിടാ, അതെ അടുത്ത് വന്നടാ. നേരെ ഇരി, നേരെ ഇരിടാ. സോഫയിൽ തളച്ച് ഡീപ് തോട്ട്. എടാ നേരെ ഇരിക്ക, അടുത്ത് വന്നു പറഞ്ഞു ഡീപ് തോട്ട്. അതൊക്കെ അവന് കണ്ടിട്ടുണ്ട്. നീ ഇങ്ങനെ അടുത്ത് വന്നടാ. അടുത്ത് Broken promise. ആണെന്നല്ലേ പറഞ്ഞടാ. ഞാൻ പറഞ്ഞാ. ബ്രോ പറ്റും തന്നെ തോപ്പിക്കും. മനസ്സിൽ തന്നെ തോപ്പിക്കാൻ പറ്റുമോ? നെക്സ്റ്റ് വൺ. പറ്റുമോ? തോറ്റ്. സോഫയിൽ തളച്ച് പാമ്പായിരുന്നു. എനിക്ക് ഏതെങ്കിലും ചലഞ്ച്. ചീക്ക് ഓവർ റൊട്ടേറ്റ് ചീക്ക്. ഓ സൂപ്പർ. മൈനസ് ചീക്ക് ഓവർ റൊട്ടേറ്റ് ചീക്ക്. അല്ല മൈനസ് 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 ചീക്ക് റൊട്ടേറ്റ് ചീക്ക്. തെറ്റി. പോയിന്റാ പോയിട്ടല്ല. പിന്നെ KMC കമ്പനിയുടെ മൈനസ് എടുത്താൽ ഞാനിത് മൈനസ്. പക്ഷെ കൂടുതൽ മനസ്സിൽ നിൽക്കാം. അതല്ലേ പറഞ്ഞേ. ഇതിപ്പോ നീ വെട്ടിച്ചതാ. ബ്രോ പറയുന്നുണ്ടോ? രണ്ടിന് കട്ടാ. എനിക്കൊന്നും വേണ്ട. ധീരുക്കൾക്ക് മരണമായിരുന്നവനെ ധീരന് മരണം ഒരു തവണ. ഇതൊരുമാതിരി പറഞ്ഞായി പോയി. ബ്രോ Turn the Turn the other cheek. Turn the other cheek. പൊരുതി ജയിക്കും. പറയട്ടെ. മനസ്സിലായി. ബ്ലാക്ക് വാട്ട് വാട്ട് വൈറ്റ് വാട്ട് വാട്ട് റെഡ് ഓൾ ഓവർ അല്ലേ? അല്ല അല്ല മനസ്സിൽ മനസ്സിൽ. ബ്രോ പൊരുതി ജയിക്കും ബ്രോ. Yeah, പൊരുതി ചെയ്യുക. പിന്നെ മണ്ടത്ര കാണിച്ചിട്ടല്ലേ പൊരുത്തത്. ഓക്കെ ഒന്ന്. ബ്രോ ഞാൻ ഇത് എന്താ ഇതൊന്നും ഒരു ഉത്തരം പറയാനുള്ളത് ഉണ്ടാവില്ലല്ലോ. ഞാൻ പിന്നെ ഇതിന് അത് നിനക്ക് പറ്റും പൊട്ടത്തട്ടി പറയാൻ. ബ്ലാക്ക് വാട്ട് വാട്ട് ഇത് എഴുതിയത് വായിച്ചതാണ്, പറഞ്ഞല്ലേ അതിലുള്ളത് വായിച്ചതാണ്. ബ്രോ ബ്രോന്റെ ആലോചന പറയല്ലേ? what's black and white and red all over? White and red all over. Wow. ഇതല്ലേ ഞാനും പറഞ്ഞേ. പക്ഷെ കുറച്ച് വ്യത്യാസം മാറിപ്പോയെന്ന് അടുത്ത ചോദ്യം ടോപ്പ് യുവർ ടൈം. മനസ്സിൽ മൈനസ് ആയിരുന്നു. അതല്ലേ ഞാൻ പറയാൻ ഒന്ന് ആലോചിക്കാൻ ഗ്യാപ്പെടാ. Your top time. ആ ഓക്കെ ഓക്കെ മൈനസ് Prime time. ബ്രോ Your free time. സൂപ്പർ മൈനസ്. ഇനി എവിടെയും Your prime time പറഞ്ഞോ. ഇത് പറഞ്ഞോ, ഉറപ്പായിട്ടും പറഞ്ഞോ. above your time. ആ ഓക്കെ മൈനസ് ഇട്ട് മൈനസ് ഇട്ട് എത്ര? മൈനസ് ഇട്ട് മൈനസ്. Your time is up. Time's up. ടൈം ഈസ് അപ്പ്. കണ്ടോ ഞാൻ പറഞ്ഞില്ലേ? ഇത് പറഞ്ഞില്ലേ? Next one. Next one. Middle aged. കഴിഞ്ഞോ? എന്ത് മോനെ കഴിഞ്ഞ. എനിക്ക് കഴിഞ്ഞോ? ആ. അയ്യോ ഗൈസ്, അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു ചാലഞ്ചിൽ നമ്മുടെ ചാർലി ഗൈസ് ഉത്തരം പറയാന്ന് ചോദിച്ചു. എങ്ങനെ അത് ഇയാള് കൊറേ ഉണ്ടായിരുന്നല്ലേ. അത് നമ്മള് കളിച്ച് ചെയ്തതാ. എഡ്വിൻ ഫിസിക് -10 ആൻഡ് അതുപോലെ തന്നെ എനിക്കും കൊമ്പന് -7 ഒരേപോലെ പോയിന്റ്. ആൻഡ് ഇവിടെ -6 പോയിന്റുമായി നമ്മുടെ ചാർലിയാണ് ഗൈസ് ഇവിടെ ജയിച്ചിട്ടുള്ളത്. പൊളി ഒരു കയ്യടി അറിയിക്കുന്നു. എന്തെല്ലാം നമ്മുടെ ഈ ഒരു വീഡിയോന്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഗൈസ് ഒരു കാര്യം പറയേണ്ടതെന്നുള്ളത്. സോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് എനിക്കൊരു ജോബും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇനി എല്ലാ വീഡിയോസിലും ഉണ്ടാവില്ല, മേ ബി ചെറിയ അല്ലെങ്കിൽ ഇടയിൽ ഏതെങ്കിലും ഒരു വീഡിയോസിലൊക്കെ ഞാൻ ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, എന്തായാലും ലീവും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ വന്ന് പങ്കെടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ചാലഞ്ചൊക്കെ അടിപൊളിയായിട്ട് കൊണ്ടുപോവുക. അതില് ആങ്കർ ആരാ? അമിനാ? എഡിൻ BCB and ആമി BCB. രണ്ടുപേരും ഒന്ന്. ആമി BCB ഉണ്ട്, എഡിൻ BCB ഉണ്ട്. ഫുഡ് ചാലഞ്ചിൽ ആരാ ആങ്കർ? ഇങ്ങനെ എടുത്തു വെച്ചു. ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാം ഉഷാറാക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും ഗൈസ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു ചാലഞ്ച് ഇഷ്ടപ്പെടുന്നു വിചാരിക്കും. ഇഷ്ടപ്പെട്ടെന്നാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അവിടുത്തെ ഒരു കിളിൽ ചാലഞ്ച് നമ്മൾ വീണ്ടും വരുന്നെങ്കിൽ അതുവരെ ടാറ്റാ. ഇപ്പൊ രാത്രി എല്ലാവരും പാക്കൊക്കെ ചെയ്ത് നമ്മുടെ റാഷിക് DB സാധനങ്ങളെല്ലാം എടുത്ത് ഇറങ്ങുവാണ്.
അതെ ഇവിടെ 4.4 പോയിന്റ് ആൾക്കാർ 12 റാഷിക് ടി വി പോവാണ്. തെറ്റാ റാഷിക് ടി വി? എല്ലാരും ഉറക്കമൊക്കെ കളഞ്ഞു. ഞാൻ കഥ നൈസ് മമ്മി നീ എന്തിനാ നിനക്ക് മന കട ഞാൻ പറഞ്ഞ രാശിക്കായിട്ട് ഓക്കെ ഓക്കെ. അപ്പം ടാറ്റ. കുഞ്ഞിനെ കാണാൻ പറ്റണം. ഉമ്മയും കരഞ്ഞ് അയ്യോ 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 ഒരു 6 മണിക്കൂറായിട്ട് പുള്ളി കഥ പറച്ചില്ലായിരുന്നു. അയ്യോ അയ്യോ. ആ പോട്ടെ ശരി, നമ്മള് കുറെ നേരമായിട്ട് പോട്ടെന്ന് പറഞ്ഞാണ് നേരത്തെ. പോട്ടെ ശരി ഓക്കെ ഓക്കെ ശരി. ടാറ്റ. ടാറ്റ.